ഇതെന്ന് പറയുന്നത് ക്ലെയ്സൺ റീഅറേഞ്ച്മെൻറ്റ്. അടുത്ത നെയിംഡ് റിയാക്ഷനാണ് ക്ലെയ്സൺ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൽ നടക്കുന്നത് അല്ലൈൽ ഈഥർ ഓഫ് ഫീനോൾ. ഫീനോളിൻ്റെ അല്ലൈൽ ഈഥർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീനോൾ ഗ്രൂപ്പ് മാറിയിട്ട് അതിൻ്റെ ഒ എച്ച് എന്നുള്ള ആ എച്ച് മാറിയിട്ട് അവിടെ ഏതെങ്കിലും അല്ലൈൽ ഗ്രൂപ്പ് വരുന്നു, ഡബിൾ ബോണ്ട് ഉള്ള ഒരു ഗ്രൂപ്പ് വരുന്നു. അത് നമ്മൾ 200°C എന്താണ് ആബ്സെൻസ് ഓഫ് എനി കാറ്റലിസ്റ്റ്, ഒരു കാറ്റലിസ്റ്റും ഇല്ലാതെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർത്തോ അല്ലൈൽ ഫീനോൾ ഫോം ചെയ്യും. ഓർത്തോ അല്ലൈൽ ഫീനോൾ എന്ന് പറഞ്ഞാൽ ഓർത്തോ പൊസിഷനിൽ ആ അല്ലൈൽ ഗ്രൂപ്പ് വന്നിട്ട് അറ്റാച്ച് ചെയ്യും ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ. ഫീനോൾ അല്ലൈൽ ഈഥേഴ്സിൻ്റെ ഈ തെർമൽ റീഅറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ക്ലെയ്സൺ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം അല്ലൈൽ ഗ്രൂപ്പ് മൈഗ്രേറ്റ്സ് ഓൾമോസ്റ്റ് ഇൻവേരിയബിളി ടു ഓർത്തോ പൊസിഷൻ അൺലെസ് ഓർത്തോ പൊസിഷൻസ് ഇതിനകത്ത് വേറെ സബ്സ്റ്റിറ്റ്യുവൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് ബ്ലോക്ക്ഡ് അല്ലാത്ത സ്ഥിതിക്ക് അല്ലൈൽ ഗ്രൂപ്പ് ചെന്നിട്ട് ഓർത്തോ പൊസിഷനിൽ മൈഗ്രേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഇവിടെ സംഭവിക്കുന്നത് ദർ ഈസ് ആൻ ഇൻവേർഷൻ ഓഫ് അല്ലൈൽ ഗ്രൂപ്പ് ഡ്യൂറിങ് ദ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് കാർബൺ ആറ്റമാണോ അരോമാറ്റിക് ന്യൂക്ലിയസിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതല്ലായിരിക്കും ഓക്സിജൻ ആറ്റത്തിൻ്റെ ഈഥറിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മീൻസ് അത് മനസ്സിലാവുന്ന ഞാനത് പോയിന്റ് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ഓക്സിജൻ ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം CH2 ആണ്. ഓക്കെ, ആ കാർബൺ ആറ്റം അല്ലായിരിക്കും ഇവിടെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ആരോമാറ്റിക് ന്യൂക്ലിയസിനോട് അറ്റാച്ച് ചെയ്തിരിക്കും. ഇവിടെ CH ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരിക്കലും ആ കാർബൺ ആറ്റം അല്ല ഈഥറിൻ്റെ ഓക്സിജനോട് കണക്ട് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം അല്ല നമ്മളുടെ റീഅറേഞ്ച്മെൻറ്റ് കഴിഞ്ഞ് നമ്മുടെ ആരോമാറ്റിക് ന്യൂക്ലിയസിനോട് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം. അതാണ് ആ സെക്കൻഡ് പോയിന്റ് അവർ പറയുന്നത്. ദർ ഈസ് ആൻ ഇൻവേർഷൻ ഓഫ് അല്ലൈൽ ഗ്രൂപ്പ് ഡ്യൂറിങ് ദ റീഅറേഞ്ച്മെൻറ്റ്. ദാറ്റ് ഈസ് കാർബൺ ആറ്റം ഓഫ് അല്ലൈൽ ഗ്രൂപ്പ് വിച്ച് ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു ആരോമാറ്റിക് ന്യൂക്ലിയസ് ഈസ് നോട്ട് the one which is attached to oxygen atom of ether. ഓക്കെ, നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുവാണ്. ക്രൊട്ടൈൽ ഫിനൈൽ ഈഥർ എന്ന് പറയുന്നത് ക്ലെയ്സൺ റീഅറേഞ്ച്മെൻറ്റ് കഴിയുമ്പോൾ ഓർത്തോ മിഥൈൽ അല്ലൈൽ ഫീനോൾ നമുക്ക് തരുമെന്ന് എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്. ഓക്കെ, സോ അതിൻ്റെ റിയാക്ഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതാണ് ക്രോട്ടൈൽ ഫിനൈൽ ഈഥർ എന്ന് പറഞ്ഞാൽ OCH2CH ഡബിൾ ബോണ്ട് CH3 OCH2CH ഡബിൾ ബോണ്ട് CH3. ആൻഡ് ക്ലെയ്സൺ റീഅറേഞ്ച്മെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് മിഥൈൽ അല്ലൈൽ ഫീനോൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് എങ്ങനെയാണെന്ന് മെക്കാനിസം പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ക്ലെയ്സൺ റീഅറേഞ്ച്മെൻറ്റ് ഇൻട്രാമോളിക്കുലാർ ആണ്. അത് എങ്ങനെയാണ്? നമുക്ക് മിക്സ്ചർ ഓഫ് അല്ലൈൽ ഫിനൈൽ ഈഥേഴ്സ് കിട്ടുന്നില്ല, ഒരിക്കലും ഒറ്റ പ്രൊഡക്റ്റാണ് കിട്ടുന്നത്, ക്രോസ് പ്രൊഡക്റ്റുകൾ കിട്ടുന്നില്ല. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഇൻട്രാമോളിക്കുലാർ റീഅറേഞ്ച്മെൻ്റ് ആണെന്ന്. ഇനി രണ്ട് ഓർത്തോ പൊസിഷൻസും ബ്ലോക്ക്ഡ് ആണെങ്കിൽ മാത്രമേ പാരാ പൊസിഷനിലേക്ക് അല്ലൈൽ ഗ്രൂപ്പ് പോവുകയുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ അതൊരു എക്സാമ്പിളായിട്ട് എഴുതിയേക്കുവാണ്. 2,6-ഡൈമിഥൈൽ ഫിനൈൽ ഈഥർ നോക്കിയാൽ രണ്ട് ഓർത്തോ പൊസിഷൻസും ബ്ലോക്ക്ഡ് ആണ്, CH3 അവിടെ ഉണ്ട്. സോ എന്താണ് ഈ ഗ്രൂപ്പ് മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടേക്കാണ്? പാരാ പൊസിഷനിലേക്കാണ്. ആ ഒരു എക്സാമ്പിളും പഠിക്കണം നമ്മൾ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇതിൻ്റെ മെക്കാനിസം വരുന്നത്. ഓക്കെ, മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സൈക്ലിക് മെക്കാനിസം ആണ് നടക്കുന്നത്. സോ അതെന്ന് പറഞ്ഞാൽ ഇതാണ് ബെൻസീൻ റിങ്.
O CH2 CH CH2. ഓക്കെ, ഇതാണ് ഓർത്തോ അല്ലൈൽ. ഇതൊരു സൈക്ലിക് റീഅറേഞ്ച്മെൻറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചേക്കുന്നത്. ഇവിടെ ഓക്സിജൻ്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ നോക്കിയേ, ഇതാണ് ആൽഫ കാർബൺ, ഇതാണ് ബീറ്റ കാർബൺ, ഇതാണ് ഗാമ കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് വന്നിട്ട് ഗാമ കാർബണിലേക്ക് എന്ത് ചെയ്യുന്നു, അറ്റാച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ CH2 വന്നിട്ട് ഇവിടുത്തെ കാർബണാറ്റത്തിലേക്ക്, ഇവിടുത്തെ ബോണ്ടിലേക്ക് അറ്റാച്ച്ഡ് ആവുന്നു. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു, ഈ ബോണ്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇവിടെ ഡബിൾ ബോണ്ടാണ് CH2 CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഇവിടെ ഡബിൾ ബോണ്ടാണ്. ഓട്ടോമാറ്റിക്കലി ഈ ബോണ്ട് റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, ഇങ്ങനൊരു സൈക്ലിക് റീഅറേഞ്ച്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. ആ സൈക്ലിക് പ്രോഡക്റ്റ് നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെയാണ് CH, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം ഓൾറെഡി ഉണ്ട്. ഇവിടെയാണ് CH2, ഓക്കെ, ഇവിടുത്തെ ഡബിൾ ബോണ്ട് എന്തായി, പോയി, അവിടെ സിംഗിൾ ബോണ്ടായി. സോ സിംഗിൾ ബോണ്ട് CH, ഇവിടെ ഡബിൾ, അത് ഞാൻ വേറെ ഇതിൽ കാണിക്കാം. ഇവിടുത്തെ ഡബിൾ ബോണ്ട് പോയി. ഓക്കെ, ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, ഈ ബോണ്ട് ബ്രേക്കായി. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഡബിൾ ബോണ്ട് വന്ന് ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഇവിടെ എന്തായി, ഇവിടെ ഡബിൾ ബോണ്ടായി ഓക്സിജനിൽ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു സൈക്ലിക് ഇൻ്റർമീഡിയറ്റ് എന്ന് വേണേൽ പറയാം. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇതാണ് ഗാമ കാർബൺ, ഇതാണ് ബീറ്റ കാർബൺ, ഇതാണ് ആൽഫ കാർബൺ. നോക്കിയേ, നമ്മുടെ ഓക്സിജനും ഈഥറിൻ്റെ ഓക്സിജനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൽഫ കാർബൺ ആണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴോ നമ്മുടെ ആരോമാറ്റിക് ന്യൂക്ലിയസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഗാമ കാർബൺ ആണ്. അതാണ് ആ സെക്കൻഡ് പോയിന്റ് അങ്ങനെ പറയുന്നത്. ഏത് കാർബൺ ആറ്റം ആണോ ഈഥറിൻ്റെ ഓക്സിജനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ആ കാർബൺ ആറ്റം അല്ല നമ്മുടെ ആരോമാറ്റിക് ന്യൂക്ലിയസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അതാണ് ഇങ്ങനെ പറയാൻ കാരണം. ഓക്കെ, അത് ഈ റീഅറേഞ്ച്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇവിടെ സംഭവിക്കുന്നത്, ഈ ഹൈഡ്രജൻ തൻ്റെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കൊടുത്തിട്ട് H+ ആയിട്ട് പോകും. ആ H+ ആയിട്ട് പോകും. ആ H+ വന്നിട്ട് ഈ എന്താണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യും. ആ H+ വന്നിട്ടായിരിക്കും ഇവിടെ OH-നുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും. ഫൈനൽ പ്രോഡക്റ്റ് എഴുതാം. ഇവിടെ ബോണ്ട് ഉണ്ടാവും, ഇവിടെ OH, CH2 CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, നമുക്ക് എന്ത് കിട്ടുന്നു, ഓർത്തോ അല്ലൈൽ ഫീനോള് കിട്ടുന്നു. ഇതാണ് നമ്മുടെ റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. ഒരു സൈക്ലിക് റീഅറേഞ്ച്മെൻ്റ് ആണ്. അതുപോലെ തന്നെ വരച്ച് പഠിക്കണം. പിന്നെ മേളിൽ കൊടുത്തിരിക്കുന്ന ക്രൊട്ടൈൽ ഫിനൈൽ ഈഥറിൻ്റെ എക്സാമ്പിൾ വേറെയാണ്, താഴെ മെക്കാനിസത്തിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ വേറെയാണ്. അത് നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. അത് രണ്ടും കൂടി കൺഫ്യൂസ്ഡ് ആകരുത്. ഓക്കെ.
ഇതാണ് ക്ലേസൺ റീഅറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ.